മാധ്യമപ്രവർത്തകനായ രവി മേനോന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ രാവിലെ ഞാൻ കാണിച്ചു തന്നു. വളരെ ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റായിരുന്നു. കാരണം രവിയേട്ടൻ്റെ പോസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം. അതെ, സഹോദര തുല്യനാണ്. അതെ, അദ്ദേഹം അത്ര ആത്മബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആകാംക്ഷയോടെ എപ്പോഴും നോക്കണം. പക്ഷേ ശരിക്കും ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് പുള്ളി നമ്മളെ ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനകത്ത് ഒരു കാലത്ത് റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നായക നടൻ മോഹൻ ശർമ്മ. അതായത് നടി ലക്ഷ്മിയുടെ ആദ്യ ഭർത്താവ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പക്ഷേ താൻ ചെയ്ത വേഷങ്ങളും ആകാര സൗഷ്ഠവവും കൊണ്ട് മലയാള സിനിമ ഒരു കാലം അടക്കി ഭരിച്ച നടനായിരുന്നു. അദ്ദേഹം ഇപ്പൊ ഒരു ഗതിയും പരഗതിയില്ലാതെ ചെന്നൈയിൽ ഒരു വൃദ്ധസദനത്തിൽ കഴിയുന്നു എന്നുള്ള ഒരു വാർത്തയാണ് രവിമേനോൻ ചേട്ടൻ അത് പുറത്തുവിട്ടിരിക്കുന്നത്. അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു സോഷ്യൽ മീഡിയ. അത് വലിയ ചർച്ചയായി. നമുക്കറിയാം പുതിയ തലമുറ പലർക്കും അദ്ദേഹത്തെ അറിയില്ലെങ്കിലും മോഹനെ പുതുതലമുറക്കാർക്ക് ആർക്കും അറിയില്ല. കാരണം ഇനി അഥവാ അറിഞ്ഞാൽ പോലും അവര് ഓ മൈ ജൂലി, നിന്റെ ഗിറ്റാറിൻ മാറിൽ എത്ര തന്ത്രി എന്ന് പറയുന്ന ചട്ടക്കാരി, പഴയ ചട്ടക്കാരി, പുതിയതല്ല, പഴയ ചട്ടക്കാരി. അത് പമ്മന്റെ നോവലാണ് ചട്ടക്കാരി എന്ന് കെ.എസ്. സേതുമാധവൻ സിനിമയാക്കിയപ്പോൾ അതിലെ ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ, അതായത് ദേവരായ മാഷ് വെസ്റ്റേൺ പാട്ടുകൾ സിനിമയിൽ ചെയ്തിട്ടുള്ളത് വളരെ കുറവാണ്. അതിൽ ഒന്നാണ് ഈ പാട്ട്, ഓ മൈ ജൂലി, നിന്റെ ഗിറ്റാറിന്മാരിൽ എത്ര തന്ത്രി, അല്ലേ? അപ്പോ ആ സിനിമയിലൊക്കെ നായകനായിട്ട് അഭിനയിച്ച അതിലെ നായകനായിരുന്നു മോഹൻ. സോമനുമായിരുന്നു അതിനകത്ത്. പൂനാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിച്ച ആളാണ് അദ്ദേഹം. പഠിച്ചിരുന്ന സമയത്ത് ഇന്ന് പിൽക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വടക്കൻ നമ്മളെ ഹിന്ദി സിനിമയിലൊക്കെ ഉന്നതരായി തീർന്ന ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ സഹപാഠികളായിരുന്നു. അതായത് നസറുദ്ദീൻ ഷാ, അതുപോലെ ശബന ആസ്മി, ഓംപുരി, ഗായകനായിട്ടുള്ള ശൈലേന്ദ്രകുമാർ, ബാലു മഹേന്ദ്ര, KG ജോർജ്, ഇങ്ങനെ ഈ ഇന്ത്യൻ സിനിമയിലെ മഹാരഥന്മാരൊക്കെ അദ്ദേഹത്തിന് സമകാലികരായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാമു കാര്യാട്ട് നെല്ല് സംവിധാനം ചെയ്തപ്പോൾ അതിലെ പ്രധാനപ്പെട്ട റോളിലേക്ക് മോഹൻ എത്തുന്നത്. ആയിരുന്നു. ബാലു മഹേന്ദ്ര എൻ്റെ ക്യാമറാമാനായിരുന്നു. അവർ രണ്ടുപേരും കൂടിയാണ് മോഹനെ അതിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ഭരതന്റെ ആദ്യ ചിത്രമായിട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹം നായകനായിരുന്നു, ഇല്ലയോ? അതിനകത്ത് പ്രയാണത്തിലെ നായകനായിരുന്നു. പത്മനാഭന്റെ തിരക്കഥ ആദ്യം സിനിമയാക്കുന്നത്, പ്രയാണം സംവിധാനം ചെയ്യുന്നതും പ്രയാണമാണ്. അതിനകത്ത് മൗനങ്ങൾ പാടുകയായിരുന്നു. ലക്ഷ്മിയാണെന്ന് തോന്നുന്നു, അല്ലേ? നായികയായിട്ട് ലക്ഷ്മി മോഹൻ തന്നെയായിരുന്നു നായകൻ. അത് പിന്നീട് പിൽക്കാലത്ത് ഇവര് ഭാര്യാഭർത്താക്കൾ. മൗനങ്ങൾ പാടുകയായിരുന്നു എന്നുള്ള പാട്ടൊരു പ്രത്യേകത കൂടിയുണ്ട്. വയലാർ രാമവർമ്മ അവസാനമായിട്ട് എഴുതിയ പാട്ട് ഇതാണെന്നാണ് പറയപ്പെടുന്നത്. പല അഭിപ്രായങ്ങളുണ്ട്. ശ്രീനിവാസൻ ആ പാട്ട് കംപ്ലീറ്റ് അല്ല, പകുതി കണ്ട് എഴുതിയിരുന്നുള്ളൂ. പക്ഷെ അത് അതിഗംഭീരമായി MP ശ്രീനിവാസൻ സംഗീതം കൊടുത്ത് യേശുദാസ് പാടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും മോഹൻ്റെ ഒരു റേഞ്ച്, ഞാൻ ഇദ്ദേഹത്തെ ഈ സിനിമയിൽ നിന്നൊക്കെ അകന്നതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ ഒരു ദിവസം കണ്ടു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. അത് ഈ പത്തനംതിട്ടയിൽ ഒരു തുണിക്കടയുണ്ട്, പുൽപ്പേൽ എന്ന് പറഞ്ഞിട്ടൊരു തുണിക്കടയുണ്ട്. ഈ തുണിക്കടയിൽ ഞങ്ങൾ തുണിയെടുക്കാൻ പോയി, ഞാനും വൈഫും ഒക്കെ ആയിട്ട് പോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ ഈ മാനേജറുടെ ക്യാബിനിൽ നല്ല പരിചയമുള്ള ഒരു മുഖം ഇരിക്കുന്നു, നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ സെയിൽസ്മാനോട് ചോദിച്ചു, ആ ഇരിക്കുന്നത് നടൻ മോഹനല്ലേ എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, അതെ. ഞാൻ എന്താണ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത്, അദ്ദേഹം അങ്ങനെ ഇവിടെ വന്നത്? നമുക്ക് വളരെ അതിശയം. പാലക്കാട്ടുകാരനാണ്, പക്ഷേ ചെന്നൈയിലാണ്, പോയസ് ഗാർഡനിലാണ് അദ്ദേഹം താമസിച്ചത്. അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തുണിയുടെ ബിസിനസ്സാണ്. അപ്പോൾ എന്താ, ഇദ്ദേഹം ഈ തുണിക്കച്ചവടമാണ്, അതായത് ഹോൾസെയിൽ ബിസിനസ്സാണ്. തുണി എത്തിച്ചു കൊടുക്കാൻ കടകളിൽ നേരിട്ടെത്തി ഓർഡർ എടുത്ത് പോകുന്ന ഒരാളാണ്. ഞാൻ ആ ക്യാബിനിൽ ചെന്ന് ഇദ്ദേഹത്തെ കണ്ടു, പരിചയപ്പെട്ടു, ഇതുപോലെ കണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പലർക്കും മനസ്സിലാവില്ല, നിങ്ങളെപ്പോലെ അന്ന് നമ്മൾ ചെറുപ്പക്കാരനാണ്, നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരന് മനസ്സിലായ സന്തോഷമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇന്നലെ ഈ വാർത്ത നമ്മൾ കാണുമ്പോൾ, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് ശരിക്കും അന്തം വിട്ടുപോയി. ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം എന്തോ ഒരു ഫാക്ടറി ഉടമയോ തുണിമില്ലുടമയോ അങ്ങനെ എന്തോ സമ്പന്നനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ ചെന്നൈയിൽ ഹിന്ദി പ്രചാര സഭയുടെ ഭരണസമിതിയിലും പോകുന്ന സമയത്ത് ടി നഗറിൽ പോകും ഷോപ്പിങ്ങിന്. അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ ഇവിടെ ബിസിനസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു തുണിക്കടയിൽ ഞങ്ങൾ പോയപ്പോൾ ആ കടയിൽ ആ മാനേജർ ഞാൻ ചോദിച്ചു, തമിഴാണ് അദ്ദേഹത്തോടെ ഇങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം വലിയൊരു ഈ ടെക്സ്റ്റൈൽ രംഗത്ത് വലിയ ഹോൾസെയിൽ അദ്ദേഹം ഷോപ്പും ഉണ്ടായിരുന്നു ടി നഗറിൽ. അങ്ങനെ എന്തൊക്കെ അദ്ദേഹം വലിയ കക്ഷിയാണെന്നാണ്, വലിയ സമ്പന്നനായ ഒരാളാണെന്നാണ് ആ കടയിരുന്ന ആളെന്ന് എൻ്റെ അടുത്ത്. ഈ സംഗീത രംഗത്തെ കുലപതിയായിരുന്ന MD രാമനാഥന്റെ അനന്തരവനാണ് ഇദ്ദേഹം. പാട്ട് പാടാനും അറിയാമായിരുന്നു, അദ്ദേഹം സംഗീതജ്ഞനായിരുന്നു.
മോഹൻ ചില സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്. ജനിച്ചപ്പോഴേ തനിച്ചായി ഞാൻ എന്നൊരു പാട്ടുണ്ട്, മോഹൻ പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. നീ എൻ്റെ ജീവനാണ് ഓമല്, ആ സിനിമയിൽ അദ്ദേഹം നിർമ്മിച്ചതാണ്. അത് ആ പാട്ട് അദ്ദേഹം പാടിയാണ്. അദ്ദേഹം പാടിയിട്ടുണ്ട്. നീ എൻ്റെ ജീവനാണ് എസ് ജാനകിയുടെ കൂടെ പാടി. ജനിച്ചപ്പോഴേ തനിച്ചായി ഞാനുള്ള പാട്ട്, അതൊക്കെ അദ്ദേഹം പാടി. പിന്നെ പാട്ടുണ്ട്, 3-4 പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. നീ എൻ്റെ ജീവനാണ് ഓമല എന്താ ഇവിടെ തുടങ്ങുന്നത്, അങ്ങനെ എന്തോ ശശികുമാർ സംവിധാനം ചെയ്ത് ഇദ്ദേഹം നിർമ്മിച്ചാണത്. ഓ അപ്പോൾ എന്തായാലും നെല്ല്, ചട്ടക്കാരി, അതുപോലെ ഇവിടെ കാറ്റിന് സുഗന്ധം, രാഗത്തിലെ പാട്ട്, രാഗം, ഒരു പിന്നെ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം, ശരറാന്തൽ തിരിതാണു എന്നുള്ള മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ഗാനങ്ങളിലൊന്ന സിനിമയിൽ പാടി അഭിനയിച്ച ഇദ്ദേഹമാണ്. അതുപോലെ ഒരുപാട് വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഉയരമുള്ള ആളാണ്, നല്ല ഉയരമാണ്. അപ്പോൾ അത് പലരും പറയാറുണ്ട്. ഞങ്ങൾ ഇന്നലെ സംസാരിക്കരുത്, ഇന്നിപ്പോൾ ആരോ അത് ചില സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. ചട്ടക്കാരി സിനിമയിൽ ശങ്കരാടിയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൽ അവസാന സീനിൽ ശങ്കരാടി ഇദ്ദേഹത്തെ പിന്നെ ഒരു ചില കാരണം മറച്ചു വെച്ചാൽ കർണക്കുട്ടിക്ക് അടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മളത് എപ്പോഴും ഓർക്കുമ്പോൾ പറയാം, ശങ്കരാടി അദ്ദേഹം പൊക്കം കുറഞ്ഞ ആളായിരുന്നു, അത് എത്തിച്ചാടി അടിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അത്ര ഹൈറ്റുള്ള മനുഷ്യനാണ് ഈ മോഹനെ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു, എന്താണ് ഇതിന് സംഭവിച്ചത്? ഒരു തമിഴ് ചാനലിലെ ഇന്റർവ്യൂ നമുക്ക് നമ്മൾ കണ്ടിരുന്നു, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ തന്നെയാണ്. അതിൽ രജനീകാന്ത് 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്, സഹായമായിട്ട്. ഇപ്പൊ സഹായ അഭ്യർത്ഥനകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ വാർത്തയാക്കി അവർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത്. എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തെ പോലെ കലാകാരന്മാരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അദ്ദേഹം സിനിമ, അത് 20ഓളം സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ചെന്നൈ നഗരത്തിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള രാമാവതാർ അഗർവാൾ സഭയുടെ വൃദ്ധസദനത്തിലാണ്. 3 മാസമായിട്ട് ഇവിടെ കിടക്കുകയാണ്. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം രണ്ടാമത് രശ്മിക്ക് ശേഷം വിവാഹം കഴിച്ചെങ്കിലും അവരെന്തോ വിവാഹമോചരാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒറ്റയ്ക്കാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിനിമകൾ, ഈ സിനിമകളൊക്കെ തന്നെ ശരിക്കും മലയാള ലാൻഡ്മാർക്കുകളായി മാറിയ സിനിമ. അതെ, നമുക്കറിയാം. അതുപോലെ മനോഹരമായ പാട്ടുകൾ മുഴുവൻ, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, വീണപൂവേ എന്നുള്ള പാട്ടും, ഗായിക എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ എല്ലാം നമുക്ക് അറിയാം. എന്താണെങ്കിലും വലിയ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത, മോഹനെ പോലൊരു നടൻ, അതായത് സിനിമയിൽ പ്രധാന വേഷം ചെയ്തുകൊണ്ടിരുന്ന, പിന്നീട് ബിസിനസ്സിൽ വലിയ വിജയം നേടിയ മോഹനെ പോലെ ഒരു നടൻ, അദ്ദേഹം ഇന്ന് വളരെ ശോചനീയമായ ഒരു അവസ്ഥയിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ മലയാള സിനിമാ പ്രേക്ഷകരെ പുതുതലമുറയിൽ തീർത്തും പരിചയമില്ലാത്ത ആളാണ് മോഹൻ. പക്ഷേ അദ്ദേഹം മുൻകാല, അതായത് മധ്യവയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, 70കളിൽ അത് 80കളുടെ ആദ്യവും അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അദ്ദേഹം ശരിക്കും നിറഞ്ഞു നിന്ന, അതായത് ഏതാണ്ട് പ്രേം നസീറിനൊപ്പം തന്നെ നിറഞ്ഞു നിന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നല്ല ഉയരവും വെളുത്ത് ചുമന്ന് സുമുഖനായ ഒരു അഭിനയശേഷിയും, ഇപ്പം നല്ല അഭിനയശേഷിയും ഉണ്ടായിരുന്ന ഒരു നടനായിരുന്നു. പലതവണ അദ്ദേഹം ദേശീയ അവാർഡ് നിശ്ചയിക്കുന്ന ജൂറിയിൽ അംഗമായിരുന്നിട്ടുണ്ട്. ദേശീയ അവാർഡ് മോഹൻ വലിയൊരാളായിരുന്നു ശരിക്കും. പറഞ്ഞില്ല അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ പാളിച്ചെന്ന് നമുക്ക് ഇനി മനസ്സിലായിട്ടില്ല. നമുക്കൊരു പ്രത്യാശയുള്ളത്, തമിഴ്നാട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വിജയ് തന്നെ അദ്ദേഹം ഒരു വളരെ പ്രശസ്തനായ സിനിമാ നടനാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇതൊക്കെ അറിയുകയാണെങ്കിൽ അവരെ സഹായിക്കും. ജയലളിത അങ്ങനെ പലരെയും സഹായിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അവർ പലരെയും ഇതുപോലെ സിനിമാക്കാരുടെ പിന്നീട് സംഭവിച്ച ദുരന്ത കഥ കേട്ടിട്ട് അവരെ വലിയ തോതിൽ സഹായിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവന്ന കഥ കേട്ടിട്ടുണ്ട്. വിജയും അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു തമിഴ് മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പുതുതലമുറ അങ്ങനെ ആ ചാനലൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും രവിയേട്ടൻ ചെയ്തത് ഒരു വലിയ കാര്യമാണ്, ഒരു പുണ്യമാണ്. കാരണം ഒരു കലാകാരനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ മലയാളത്തിലെ സിനിമാ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, മലയാളത്തിലെ കോടികൾ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുണ്ട്. അവരൊക്കെ വിചാരിച്ചാൽ വളരെ നിസ്സാരമായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നിന്നൊരു കൈകോർത്ത് നിന്നാൽ അദ്ദേഹത്തെ രക്ഷിക്കാം. അത് ശരിയാണ്. കാരണം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്ന, അഭിനയത്തിൻ്റെ മർമ്മം അറിയാവുന്ന ഒരു നടനാണ്. നടനും ഗായകനും ഒക്കെ ആയിരുന്നു. ഗായകനാണ്, നിർമ്മാതാവാണ്, സംവിധായകനാണ്, അദ്ദേഹം എല്ലാമാണ്. സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു മാസ്റ്ററാണ്. അങ്ങനെയുള്ള ഒരാളിനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ പ്രത്യേകിച്ച് മലയാള സിനിമയുടെ ഒരു കടമ തന്നെയാണ്.